കുഞ്ഞുമോനെ, നിന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു മകന് വേണ്ടിയിട്ട് അമ്മ എഴുതുന്ന കത്താണിത്. സ്വാഭാവികമായിട്ടും നമ്മൾ അമ്മയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുമ്പോൾ ഇന്ന് കത്തുകൾക്ക് അധികം പ്രസക്തിയില്ല. കാരണം എന്താണ്, വാട്സപ്പ് സന്ദേശങ്ങളായിട്ടും അല്ലെങ്കിൽ ഫോൺ കോളുകളായിട്ടൊക്കെ നമുക്ക് അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്ക് അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കും. അതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്താണ്, നിനക്ക് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചോ? ഇത് തീർച്ചയായിട്ടും അമ്മ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. ആ ഒരു വാത്സല്യവും സ്നേഹവും നമ്മുടെ അമ്മയിൽ കവിഞ്ഞ് മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല എന്ന് നമുക്ക് പറയാം ഇല്ലേ. ഇപ്പോൾ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ആശങ്ക അറിയിക്കുവാണ് അല്ലേ. നിൻ്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അപ്പോൾ നിന്നെ പറ്റിയിട്ടുള്ള വിവരമൊന്നും അറിയാനിട്ട് അമ്മ ആകെ ഒരു പരിഭ്രമത്തിലിരിക്കുന്ന സമയത്താണ് ഈ കത്ത് എഴുതുന്നത്. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അപ്പോൾ മകൻ എന്താണ്, ഒരല്പം ദൂരെ ഒരു നഗരത്തിൽ, ഒരു സിറ്റിയിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി. ഒരു പക്ഷേ ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ മാറി